Welcome to the 21st class, Energy of SHM. This is paper on Mechanics and Properties of Matter, BSc Main Physics, Semester 1, Chapter 3, Oscillations. A topic from Chapter 3, Oscillations, Paper 1, Mechanics and Properties of Matter. This is 21st class, Semester 1, BSc Main Physics, Energy of SHM. And you see, before seeing energy of SHM, let us see some basic definitions in SHM. Let us see some basic definitions in SHM before seeing the energy of SHM. And for that, we see a diagram of simple harmonic oscillator, which is oscillator here. P is the particle, which is a simple harmonic oscillator. O is the mean point. A and B are extreme points. And the particle P oscillates between A and B. Its motion is periodic and simple harmonic. And the distance from mean point O to any one of the extreme points, that is called amplitude. Amplitude we write as small a. 2a is the total path. At any instant, x is the displacement. O is the mean point. At B there is no displacement. And when the particle travels a distance x, then x is called displacement. A and B are extreme points. And 2a is a total path. A is the amplitude. Amplitude is the distance between mean point and any one of the extreme points. അപ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ചില ബേസിക് ഡെഫിനിഷൻസ് ആണ് ആദ്യം പറയുന്നത്. ചില അടിസ്ഥാന നിർവചനങ്ങളാണ് ആദ്യം പറയുന്നത്. ഒരു പടം നമ്മൾ വരച്ചിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. അത് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മൂവ്മെൻറ്റിനെ കാണിക്കുകയാണ്. എ ബി ആണ് എക്സ്ട്രീം പോയിന്റ്സ്. ഒരു സിമ്പിൾ പെല്ലിൽ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്കും ബിക്കും ഇടക്കും ഓസിലേറ്റ് ചെയ്യും എന്ന് പറയുന്നത് പോലെ എ ആൻഡ് ബി എക്സ്ട്രീം പോയിന്റ് എന്ന് പറയും. ഒ ആണ് മീൻ പോയിന്റ്, പി ആണ് പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിന് ഒയിൽ നിന്ന് എത്ര അകലത്തിലാണ് ഇരിക്കുന്നത് ഒരു പ്രത്യേക സമയത്ത് അതിനെ വിളിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. സമയം മാറുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഏറ്റവും കൂടിയ വിലയാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഈ ചിത്രത്തിൽ ഈ ഒ ബി അല്ലെങ്കിൽ ഒ എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ ആണ്. ഈ 2a എന്ന് പറയുന്ന ദൂരത്തെ നമ്മൾ ടോട്ടൽ പാത്ത് എന്ന് വിളിക്കും. അപ്പോൾ പടത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. O mean point, it is also known as equilibrium point. A and B are extreme points. X displacement and A is amplitude. And what is amplitude? It is a distance between mean point and any one of the extreme points. So these are some of the important definitions. One is oscillation. എന്താണ് ഓസിലേഷൻ? ഈ ആട്ടം അല്ലെങ്കിൽ ആന്തോളനം എന്നൊക്കെ പറയും മലയാളത്തിൽ. ഏതാണ് ഓസിലേഷൻ? ഇറ്റ് ഈസ് വൺ കംപ്ലീറ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ. ഒരു സിമ്പിൾ ഫിലിമാണെങ്കിൽ അതിൻ്റെ മുന്നോട്ടും പുറകോട്ടുമുള്ള പൂർണ്ണ ചലനം, അതിനെയാണ് നമ്മൾ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രീം പോയിന്റിൽ നിന്ന് അടുത്ത എക്സ്ട്രീം പോയിന്റിലേക്ക് പോയിട്ട് വീണ്ടും എക്സ്ട്രീം പോയിന്റ് തിരിച്ചു വരിക, അതിനെ നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കും. അടുത്ത ഡെഫിനിഷൻ നമ്മൾ പഠിക്കുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ഇറ്റ് ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. മാക്സിമം വാല്യൂ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഏറ്റവും കൂടിയ വില, അതിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞല്ലോ, എക്സ് ഈസ് ഈക്വൽ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അപ്പോൾ ആ എ എന്ന് പറയുന്ന ടേമാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് സ്മോൾ എ എന്നോ ക്യാപിറ്റൽ എ എന്നോ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി പീരിയഡിറ്റി. പീരീഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ടൈമാണ്. പീരീഡ്, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പീരീഡ്. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. ഇറ്റ് ഈസ് എ ടൈം ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ, വൺ കംപ്ലീറ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ. അടുത്ത് വരുന്ന ഒരു ഡെഫിനിഷനാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എൻ എന്നോ എഫ് എന്നോ ന്യൂ എന്ന് പറയും. ഫ്രീക്വൻസിക്ക് പല നൊട്ടേഷനാണ് ഉള്ളത്. ഫ്രീക്വൻസി എൻ, ഫ്രീക്വൻസി എഫ്, ഫ്രീക്വൻസി ന്യൂ. Any notation you can use. Here I have used the n, frequency n. It is a number of oscillations per second. ഒരു സെക്കൻഡിലുള്ള ഓസിലേഷൻ്റെ എണ്ണത്തെ വിളിക്കുന്ന പേര് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കാണുന്ന ഇക്വേഷൻ n is 1/t എന്നാണ്. പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി.
ഫ്രീക്വൻസി, അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ എൻ ആൻഡ് ഒമേഗ. ഈ ഫ്രീക്വൻസിയും ആംഗുലാർ ഫ്രീക്വൻസിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിൽ റിലേഷൻ. വി നോ ടി ഈസ് 2π/ω. ഈ പീരീഡും ആംഗുലാർ വെലോസിറ്റിയും തമ്മിൽ റിലേഷൻ ടി ഈസ് 2π/ω എന്നാണ്. That is t is equal to 1/n. Equating 2π/ω is equal to 1/n. That is omega is 2πn. That is the relation. പീരീഡ് 2π/ω ആണ് നമ്മൾ നേരത്തെ കണ്ടത്. പീരീഡ് 2π/ω ആണ്. ടി 1/n ആണ്. രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പീരീഡ് ടി ഈസ് 2π/ω. അതിൻ്റെ ഡെറിവേഷൻ ആരെങ്കിലും സംശയമുണ്ടോ? എങ്ങനെ കിട്ടുമെന്ന് ആർക്കും സംശയമുണ്ടോ? ടി ഈസ് 2π/ω എങ്ങനെ കിട്ടിയെന്നുള്ളത്? That you think n is 2π/ω. It's a simple relation. You have to remember it always. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അത് 2π/ω 1/n എന്ന് പറയും. അപ്പോൾ ഒമേഗ ഈസ് 2πn, ഒമേഗ ഈസ് 2πn, ഓർ ഒമേഗ ഈസ് 2πf, ഒമേഗ ഈസ് 2πν എന്നൊക്കെ പറയാം. ഇനി നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഡെറിവേഷൻ പറയുകയാണ്, വെലോസിറ്റി, ആക്സലേഷൻ. ആ വെലോസിറ്റിയും ആക്സലേഷനും പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എനർജി ഓഫ് SHM അതിലേക്ക് പോവുക. അപ്പോൾ ആദ്യം വെലോസിറ്റി ഓഫ് SHM, ഡെറിവേഷൻ ഓഫ് E = ω × √(a² - x²). നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ പറഞ്ഞപ്പോൾ ഇത് കണ്ടതാണ്. പക്ഷേ വെലോസിറ്റിയുടെ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ പറയേണ്ടത്. എങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുക? ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. ഡെറിവേഷൻ ഓഫ് V = ω × √(a² - x²). You see, the equation for SHM is x is equal to a sin ωt plus phi, where a is the amplitude. That you know. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ കാണാനായിട്ട് നമ്മൾ എക്സിൻ്റെ ഇക്വേഷൻ ഓർക്കണം. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിൻ്റെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് dx/dt is equal to a cos ωt plus phi. ഈ sin ωt പ്ലസ് ഫൈയെ, എ സൈൻ ωt പ്ലസ് ഫൈയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ പുറത്തേക്ക് വരും, സൈൻ കോസായിട്ട് മാറും. എ ഉണ്ടല്ലോ അവിടെ, അപ്പോൾ a cos ωt പ്ലസ് ഫൈ എന്ന് വരും. അതാണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഈ dx/dt വെലോസിറ്റി ആണല്ലോ. സോ V is equal to a cos ωt പ്ലസ് ഫൈ എന്ന് നമുക്ക് എഴുതാം. ഇത് നോക്ക്, ഈ കോസ് സ്ക്വയർ തീറ്റ 1 - sin² തീറ്റ ആണല്ലോ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ √1 - sin² തീറ്റയ്ക്ക് പകരം ωt പ്ലസ് ഫൈ വിചാരിക്കും. സോ കോസ് ωt പ്ലസ് ഫൈ വി ക്യാൻ റൈറ്റ് ആസ് √1 - sin² ωt പ്ലസ് ഫൈ. Therefore V is equal to a into √1 - sin² ωt plus phi. That is V is omega into a you take inside the root sign. When we take a inside the root sign, we get a². ആ എ എന്നുള്ളത് റൂട്ടിനകത്തേക്ക് എടുക്കണം. ഇപ്പോൾ എ എന്നുള്ള റൂട്ടിനകത്തേക്ക് എടുക്കുമ്പോൾ a² ആവും. ആ a² 1ൻ്റെ കൂടെയും ഗുണിക്കണം, 1നെയും ഗുണിക്കണം, sin² ഗുണിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് V is ω into √a² - a² sin² ωt പ്ലസ് ഫൈ. എന്താണ് a sin ωt പ്ലസ് ഫൈ? അത് എക്സ് ആണ്. അപ്പോൾ a² sin² എന്താകും? x² ആകും. സോ V is equal to ω into √a² - a². That is the velocity expression. Velocity of simple harmonic oscillator is given by V is ω into √a² - a². ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വെലോസിറ്റി കാണുന്ന ഇക്വേഷനാണ് V is ω into √a² - a². എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ പറയണം. x is equal to a sin ωt പ്ലസ് ഫൈ പറയണം. അതിനെ ടൈമിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് വെലോസിറ്റി. ഇനി അടുത്തത് ഈ വെലോസിറ്റി മാക്സിമം എന്ന കേസായിട്ട്, ഒരു ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി മാക്സിമം വരുന്നത് നടുക്കാണ്, സെൻട്രലിലാണ് വരുന്നത്. പിന്നെ എക്സ്ട്രീം പോയിന്റ് അത് പോയി നിൽക്കില്ല അല്പനേരം. അപ്പോൾ എക്സ്ട്രീം പോയിന്റ് വെലോസിറ്റി 0ആണ്. A simple harmonic oscillator has maximum velocity at the mean point and
zero velocity at the extreme point. So you look here, velocity maximum. Velocity is maximum when x is equal to 0. At a mean point, displacement is 0. So we write velocity is maximum when x is equal to 0. That is at the mean position. So Vmax, in order to get Vmax, in order to obtain Vmax, we have to put x is equal to 0 in the velocity expression. That is Vmax is equal to omega in the root of a square minus 0 square. That is Vmax is equal to omega in the root of a square omega a. So for a simple harmonic oscillator, the maximum velocity is given by Vmax is equal to omega a, where omega is the angular frequency and a is the amplitude. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മാക്സിമം വെലോസിറ്റി അതിൻ്റെ ഇക്വേഷനാണ് ഒമേഗ എ. വി മാക്സ് ഈസ് ഒമേഗ എ. ഒമേഗ ഈസ് ദി ആംഗുലാർ ഫ്രീക്വൻസി ആൻഡ് എ ഈസ് ദി ആംപ്ലിറ്റ്യൂഡ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ആക്സലേഷൻ ഓഫ് എസ് എച്ച് ആണ്. ആക്സലേഷൻ ഓഫ് എസ് എച്ച്. അപ്പം അതിന് നമ്മൾ എക്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി നമുക്ക് കിട്ടിയത് x is v is dx by dt is a omega cos omega t plus phi acceleration. അത് കാണാൻ ഈ വെലോസിറ്റി ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡി ബൈ ഡി ടി ആണ് വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ. അപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അപ്പോൾ അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഒമേഗ സ്ക്വയർ വരും, ഒമേഗ സ്ക്വയർ ആയിട്ട് ടേം വരും, കോസ് മാറി മൈനസ് സൈൻ ആകും. കോസിൻ്റെ ഡെറിവേറ്റീവ് അറിയാലോ, മൈനസ് സൈനാണ്. സോ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ആ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ഒരുമിച്ച് വായിക്കുക. ഒമേഗ സ്ക്വയർ അവിടെ മാറ്റി വെച്ചിട്ട് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ഒരുമിച്ച് വായിക്കുക. അത് നമുക്ക് എക്സ് എന്ന് കിട്ടും. സോ എ സി ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് ആക്സിലേഷൻ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദി മാർജിൻ സിൻസ് എക്സ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. അത് അവിടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് എസ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടുന്നത്. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ആക്സലേഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ ബിഗിനിങ്ങിൽ ആരംഭിച്ചത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ ആക്സലേഷൻ പ്രപ്പോർഷണൽ ടു എക്സ് എന്നാണ് തുടങ്ങിയത്. അത് തന്നെയാണ് ഇത്. കാരണം മൈനസ് ഒമേഗ സ്ക്വയറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വിചാരിച്ചാൽ ഈസിക്കൽ കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷണാലിറ്റി കിട്ടും. മൈനസ് ഒമേഗ സ്ക്വയറിനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കരുതുകയാണെങ്കിൽ ഈസിക്കൽ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സോ എ സി പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത ഇക്വേഷൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ. ഇനി ആക്സലറേഷൻ മാക്സിമം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? വെലോസിറ്റി 0 വരുമ്പോഴാണ്. ആക്സലറേഷൻ മാക്സിമം വരുന്ന വെലോസിറ്റി 0 വരുമ്പോഴാണ്. അത് എക്സ്ട്രീം പോയിന്റിലാണ്. എക്സ്ട്രീം പോയിന്റിൽ വെലോസിറ്റി 0 വരുന്നത്. ആക്സലറേഷൻ ഇസ് മാക്സിമം അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻസ്. That is when x is equal to a. Therefore, AC max is equal to minus omega square a. That is numerically omega square a. That is the equation. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഡിറൈവ് എക്സ്പ്രഷൻസ് ഫോർ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഗിവ് ദിയർ മാക്സിമം വാല്യൂസ്. ഗിവ് ദിയർ മാക്സിമം വാല്യൂസ്. ആ വാല്യൂസ് എന്നുള്ളതൊന്ന് എഴുതിക്കണം. ഗിവ് ദിയർ മാക്സിമം വാല്യൂസ്. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, ഡിറൈവ് ചെയ്യണം, അവയുടെ മാക്സിമം വാല്യൂവും പറയണം. മാക്സിമം വാല്യൂസ്. ഇനിയാണ് നമ്മൾ എനർജി പഠിക്കാൻ പോകുന്നത്. എനർജി ഓഫ് എസ് എച്ച്. ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എനർജി ഉണ്ട്. ആ എനർജി രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി, രണ്ടാമത് കൈനറ്റിക് എനർജി, മൂന്നാമത് ടോട്ടൽ എനർജി. 3 തരത്തിലുള്ള എനർജിയാണ്. 3 തരമല്ല, 2 തരം. അത് കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എനർജി കിട്ടുന്നത്. എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഹാസ് ബോത്ത് പി ആൻഡ് കെ. ദ ടോട്ടൽ എനർജി E is equal to K plus U. E equal to K plus U, where K is the kinetic energy and U is the potential energy. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന് കെ ഇ ഉണ്ട്, പി ഉണ്ട്, ആകെ എനർജി രണ്ടും കൂടി കൂട്ടുന്നതാണ് ഇ ഇസ് ഈക്വൽ ടു കെ പ്ലസ് യു. നമ്മൾ നേരത്തെ പഠിച്ച എനർജി ഫംഗ്ഷൻ കെ പ്ലസ് യു. കെ കൈനറ്റിക് എനർജിയാണ്, യു പൊട്ടൻഷ്യൽ എനർജിയാണ്. എക്സ്പ്രഷൻ ഫോർ പി ആണ് ആദ്യം പറയുന്നത്. ഡെറിവേഷൻ ഓഫ് യു ഇസ് ഈക്വൽ ഹാഫ്
എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ യു ഇസ് ഇക്വൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഇക്വേഷനാണ് യു ഇസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. അത് എങ്ങനെ കാണാൻ നോക്കൂ. എ സ്മോൾ വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ ഡി ഡബ്ല്യു എസ് എഫ് ഇൻറ്റു ഡി എക്സ്. അത് നമുക്കറിയാം. ദാറ്റ് ഈസ് എം ഇൻറ്റു എസ്, എഫ് ഈസ് എം എ സി, എം എ സി ഇൻറ്റു ഡി എക്സ്. നമ്മൾ ആക്സലറേഷൻ ഇവിടെ എസ് എന്ന് കൊടുക്കും. ഈ ഡി ഡബ്ല്യുവിനെ നമ്മൾ ഡി എന്ന് പറയാമല്ലോ. വർക്ക് ആൻഡ് എനർജി ആർ സെയിം. പകരം ഡി ഡബ്ല്യു ഇസ് ഡി യു, ഡി യു ഇസ് എം എ സി ഡി എക്സ്. എന്താണ് എ സിയുടെ വാല്യൂ? ഒമേഗ സ്ക്വയർ എക്സ്. therefore ഡി യു ഇസ് ഇക്വൽ ടു എം ഒമേഗ സ്ക്വയർ എക്സ്. ന്യൂമറിക്കൽ വാല്യൂ കൊടുത്താൽ മതി. കാരണം നമ്മൾ വർക്കിന് പകരം പൊട്ടൻഷ്യൽ എനർജിയുടെ ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തത്. ഡി യു ഇസ് ഇക്വൽ എം ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ് അങ്ങനെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനൊക്കെ സൈഡ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷനൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഡി ഡബ്ല്യു ഡി യു ആണ്, മൈനസ് ഡി യു ആണ്. മൈനസ് ഡി യു ഡി ആണെങ്കിൽ നമ്മൾ എം ഈ ആക്സലേഷന് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് കൊടുക്കേണ്ടി വരും. മൈനസ് മൈനസ് വെട്ടിപ്പോവും. ഇപ്പോൾ ഡി യു ഇസ് ഇക്വൽ ടു എം ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഡി യു ഇസ് ഇക്വൽ ടു എം ഒമേഗ സ്ക്വയർ ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. അപ്പോൾ ആ ലിമിറ്റായിട്ട് നമുക്ക് 0 to x കൊടുക്കാം. 0 മുതൽ x വരെ പോകുമ്പോഴുള്ള ഇൻ്റഗ്രേഷനാണ്. ഇന്റഗ്രൽ ഡി യു ഇസ് യു ഈക്വൽ എം ഒമേഗ സ്ക്വയർ ഇൻ്റഗ്രേറ്റഡ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to x. ലിമിറ്റ് അവിടെ കൊടുക്കുക. എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ ബൈ 2 മൈനസ് 0 ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഇക്വേഷനാണ് യു ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇനി നമ്മൾ കാണുന്ന കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ ഫോർ കെയുടെ എക്സ്പ്രഷൻ ഇതാണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. The kinetic energy of a simple harmonic oscillator is K is equal to half m omega square into s square minus x square. And for that we remember the general equation for kinetic energy. K is half m v square. And we know omega in the root of s square minus s square for SHM. So v square we put in the above equation. So we get K is equal to half m omega square into s square minus x square. That is a kinetic energy expression. So now we can write total energy. What is expression for total energy? E. Total energy is K plus U is equal to half m omega square into s square minus x square plus half m omega square x square. When we remove the bracket, the square term cancel, being plus and minus. S square term cancels. So E is equal to half m omega square s square. അപ്പോൾ 3 എനർജിയും പഠിക്കാൻ എളുപ്പമാണ്. ഈ അവസാനത്തെ ഓർത്താൽ മതി. ടോട്ടൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എസ് സ്ക്വയർ. എക്ക് വരെ എക്സ് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. എ സ്ക്വയറിന് പകരം എസ് സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. എ സ്ക്വയറിന് പകരം എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കെ കിട്ടും. ടോട്ടൽ എനർജി ഇക്വേഷൻ ഓർക്കുക. എ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ ഇട്ടാൽ പി കിട്ടും. എ സ്ക്വയറിന് പകരം എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ 1p 2k ആൻഡ് 3t ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഈ 3 തരത്തിലുമുള്ള ഊർജം അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. With this, your 21st class is over. We continue in the next class. Thank you.